ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആദർശേട്ടൻ കുളിച്ചിട്ട് അവിടെ കിടക്കണം. കാരണം ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലത്തെ പൂരായിരുന്നു. അപ്പോൾ ആദ്യത്തെ പൂരാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഞാനും അമ്മയും പോകുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ച് വയ്യാത്ത കാരണം അമ്മയും ഞാനും അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. കുറേ സാധനങ്ങൾ, ചെടികൾ, അതൊക്കെ അവൾ മുന്നേ പറഞ്ഞു വെച്ചിട്ട് അമ്മ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചെടികളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുപോയി കാറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി ഇതൊക്കെ എന്താ അവർ ചെയ്യുന്നത് വെച്ച് ഇങ്ങനെ നോക്കി കിടക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനും ആദർശേട്ടനും അമ്മയും എല്ലാവരും കൂടിയിട്ട് കായക്കൊല, വെളിച്ചെണ്ണ, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ ആമി ഇതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ അച്ഛനും ആദർശേട്ടനും കൂടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇറങ്ങി. പിന്നെ ഞാനും ആമിക്കുട്ടിയും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും. ആമി ഉള്ളതുകൊണ്ട് നേരം പോട്ടും. ആമീനെ ഇങ്ങനെ കളിപ്പിച്ച് അവളാച്ചും നമ്മുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ വൈകിട്ടായി ഇപ്പോൾ അമ്മ അത് ഫുൾ അടിച്ചു വാരിയ, തുടയ്ക്കുക, പോണമ്മത്തെ സ്ഥലമൊക്കെ ക്ലീൻ ആക്കാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആമിക്കുട്ടിക്ക് അമ്മേനെ മാത്രം മതി കേട്ടോ. അമ്മയുടെ ഇങ്ങനെ പിന്നാലെ നടക്കും. അമ്മയെ അച്ഛൻ ഞാൻ അമ്മ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ പട്ടിക്കുട്ടീനൊക്കെ കൊണ്ടുവരട്ടെ ചോദിച്ചാൽ അമ്മ ചീത്ത പറയുക ചെയ്ത്. അങ്ങനെ അമ്മയുടെ പിന്നാലെ ആയിരുന്നു ആമിക്കുട്ടി ഇതാ മണ്ണൊക്കെ വാരി തിന്ന് വന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ വൈകിട്ടായി ഇപ്പോൾ ആദർശേട്ടനൊക്കെ എത്തി. അപ്പം അന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ആദർശേട്ടൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി മിഠായി അത്. അങ്ങനെ ആദർശേട്ടൻ എനിക്ക് മിഠായി തന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ വാലന്റൈൻസ് ഡേ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ആമിക്കുട്ടി കുറുമ്പ് കാണിക്കുമ്പോൾ അവളെ അങ്ങനെ വടി എടുത്ത് ഇങ്ങനെ ചീത്ത പറയാം കേട്ടോ. പിന്നെ ചേച്ചി അവിടെ നിന്നേക്ക് ബിരിയാണിയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ ഒടുക്കത്തെ വിശപ്പായി. അങ്ങനെ ഞാൻ ഇതാ ഫുഡൊക്കെ അടിക്കുക, ബിരിയാണി കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോഴാണ് ആദർശേട്ടൻ അതിൻ്റെ ഉള്ളിലും കുറേ മിഠായി കൊണ്ടുവച്ചിട്ടുണ്ട്. സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്, മിൽക്കി ബാർ, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഞാനൊരു സ്നിക്കേഴ്സ് എടുത്തിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ട ആമി അച്ഛനും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. രാത്രി ആയപ്പോൾ ആദർശേട്ടൻ ഒരു ചെറിയൊരു പനി. അപ്പോൾ അമ്മ വേഗം ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.